ഷാനവാസും അനുമോളും കൂടെ സംസാരിക്കുന്നത് ആദിലയെക്കുറിച്ചാണ്. ഷാനവാസ് പറയാണ് ഇവള് എന്ത് കാര്യ നേട്ടത്തിന് വേണ്ടിയും ഏതറ്റം വരെ പോവുകയും ചെയ്യും. അത് നമ്മൾ വേണ്ടപ്പെട്ടവരെയാണെങ്കിലും അവൾ തളർത്തിയിട്ട് അവൾ എന്തും ചെയ്യുന്നവളാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞാൽ അതെനിക്കറിയേക്ക, അവൾ അങ്ങനെ ചെയ്യുന്നവളാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നറിയത്തില്ല. എനിക്ക് അവളുടെ സ്വഭാവം എനിക്കത് നേരത്തെ മനസ്സിലാക്കിയായിരുന്നു ഞാൻ. കാരണം അപ്പം പറയുകയാണ്, അനുമോൾ പറയും എനിക്കും അറിയാം. കാരണം അക്ബർ എന്തോ ഇവളെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവളെ തമാശയ്ക്ക് കളിയാക്കിയപ്പം ഇവളതിന് എന്തൊക്കെയാ വന്ന് പറഞ്ഞതെന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു കള്ളമല്ലേ അക്ബർ ഇങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞില്ല, ഞാൻ കള്ളം പറഞ്ഞതാന്ന്. അങ്ങനെയൊക്കെ ഓരോരുത്തരെ കൊച്ചാക്കാൻ ഇവൾ ഭയങ്കര മിടുക്കിയാണ്. ഇവളെ നമുക്ക് വെറുത്ത് പോവും, മിണ്ടണ്ടാന്ന് തോന്നും. പക്ഷേ എന്നാലും ഇവളെ കൂട്ടായതുകൊണ്ട് നമ്മളങ്ങ് ഇവളോട് ആ ഒരു സ്നേഹത്തിൽ പിന്നെയും പിന്നെ അങ്ങ് ഇതാക്കുന്ന. അപ്പം ഷാനവാസ് പറഞ്ഞ് വെറുക്കുകയൊന്നും വേണ്ട. ഇല്ല, പറഞ്ഞതാണ് ഞാൻ ഇക്കായോട്. ഞാനെന്നാൽ ഇപ്പോൾ എത്ര പ്രാവശ്യം ചെന്ന് മിണ്ടിയിക്ക. പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പിന്നെ മിണ്ടത്തില്ലായിരുന്നല്ലോ. എന്തോ അവളെ സ്നേഹിച്ചു പോയതുകൊണ്ട് വെറുക്കാൻ തോന്നുന്നില്ല. അപ്പം ഷാനവാസ് പറയണേ ഞാൻ ഇന്നലെ നിനക്കും മിണ്ടണമെന്നുണ്ട്, അവൾക്കും മിണ്ടണമെന്നുണ്ടാവും. അതുമല്ല നമ്മൾ ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വീർപ്പിച്ച് നടന്നു പോവുക, മിണ്ടാതെ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുക, അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ മിണ്ടുമോ മിണ്ടാതിരിക്കുക, അതിലെനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാനും ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനും ടാസ്ക് കളിക്കാൻ വന്ന്, നിങ്ങളും ടാസ്ക് കളിക്കാൻ വരുന്നത്. പക്ഷേ അതല്ലല്ലോ, നമ്മളൊരു കുടുംബം പോലെ നിൽക്കുമ്പം ഒരാൾ പിണങ്ങിയിരിക്കുക. അപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കൂട്ടായി ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നലെ അത്രയും നേരം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചത്. അങ്ങനെ നിങ്ങൾ ഒന്നായി സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ പിണക്ക് മാറി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ രാത്രിയും എല്ലാവരും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് രാവിലെ ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നെയാണ്, ഒരു നല്ല കാര്യം പറയാൻ. എന്നിട്ട് അവൾ ആ സമയത്ത് അവൾ ഒപ്പിച്ച പണി കണ്ടില്ലേ, എന്തൊക്കെ അനാവശ്യം അവൾ പറഞ്ഞ്. ഷാനവാസറെ എനിക്ക് എന്തെങ്കിലും വില കൽപ്പിച്ചോ അവൾ? ഇന്നലെ ഞാൻ അത്ര ഇരുന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവൾ എനിക്ക് വില തന്നോ? അതേ സമയത്ത് അല്ലെങ്കിൽ അവൾ പറയണം എനിക്ക് താല്പര്യമില്ല ഇരിക്കാൻ. ഓക്കെ, നമ്മൾ പിന്നെ പറയാൻ നിൽക്കത്തില്ല. അതാണ് അവളുടെ കാര്യനേട്ടത്തിന് വേണ്ടി അവളെ ആരെ വേണേലും കൊച്ചാക്കും, ആരെ വേണേലും ഇല്ലാതാക്കാൻ വേണ്ടി അവൾ കളിക്കും. അത് അവളുടെ ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞും കണ്ടും അവളോട് നിൽക്കണം. അല്ലെങ്കിൽ അവൾ പണി തന്നുകൊണ്ടേയിരിക്കും എന്ന് ഷാനവാസ് അനുമോളോട് പറയുന്നു. ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.